ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നല്ല മഴയൊക്കെ ഇവിടെ എറണാകുളത്ത് ചില സ്ഥലത്തൊക്കെ പെയ്തേ, അപ്പോൾ ഒത്തിരി പേര് നല്ല സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ഇനി കിട്ടാത്ത ആൾക്കാർക്കൊക്കെ അവിടെ എല്ലാം നന്നായിട്ട് മഴ പെയ്യൂന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കണം കേട്ടോ. മഴ ഇടയ്ക്ക് പെയ്തേ പറ്റൂ, കാരണം എല്ലാത്തിനും ആവശ്യം, ഭയങ്കര ചൂടല്ലേന്നേ. അപ്പൊ ഇന്ന് നല്ല ഭംഗിയായിട്ട് എന്താ ചെയ്യുന്നേ, നല്ല ഭംഗിയായിട്ട് നമ്മളിപ്പോ എന്തായാലും വെക്കേഷൻ, അപ്പൊ നമുക്ക് ടൂറൊക്കെ പോകണല്ലോ. അപ്പൊ നമ്മുടെ പിള്ളേർക്കും പിടിക്കാം, നമ്മുടെ വലിയ അമ്മച്ചിമാർക്കും അമ്മമാർക്കൊക്കെ പിടിക്കാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യൂൾറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ഒരു കളറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു കളർ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള താമരയുണ്ട്, നല്ല ഭംഗിയായിട്ട്. ഇത് ക്യൂൾറ്റഡ് ആണ് കേട്ടോ. ഇത് വാഷിംഗ് മെഷീനിൽ കഴുകാനും പറ്റും, അല്ലാതെയും കഴുകാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതിൽ സിബൊക്കെ ഉണ്ട്. യൂഷ്വലി ഇതിൽ സിബ് വരാറില്ല, അപ്പൊ ഇതിനകത്ത് സിബൊക്കെ നല്ല സിബൊക്കെ ഉണ്ട്, നന്ന ഭംഗിയായിട്ടുള്ള സിബൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേഗം ഫാസ്റ്റായിട്ട് വലിക്കുന്നില്ല, കാരണം വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ വലിച്ചാൽ ശരിയാകത്തില്ല കേട്ടോ. ഈ സിബൊക്കെ നമ്മൾ ഇവിടുന്ന് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾക്ക് തരത്തുള്ളൂ, നിങ്ങളൊന്നും പേടിക്കണ്ട കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ബാഗും കൊണ്ട് പുറത്ത് പോയാലേ നമുക്ക് കുറേ സാധനങ്ങൾ ഇതിനകത്ത് വാങ്ങിച്ചിടുകയും ചെയ്യാൻ പറ്റും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു തുണി നന്നായിട്ട് മടക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. അതുപോലെ മടക്കിയാൽ ഒരു 7-8 തുണി കൊണ്ടുപോകാൻ പറ്റും. കാരണം വെച്ചാൽ ഞാൻ അത് കൊണ്ടുപോകാറുണ്ട്. അപ്പം അത് ഇപ്പം ഞാൻ ആ കറക്റ്റ് രീതിയിൽ ഫോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു തുണികളും അതിനകത്ത് കയറും കേട്ടോ. ഇനിയുള്ളത് നല്ല ക്രോഷ്യ ചെയ്ത നല്ല ഭംഗിയായിട്ട് കണ്ടോ. ക്രോഷ്യ ആണ്, ഇതിന്റെ സൈഡിലെല്ലാം ക്രോഷ്യ. സെന്റർ പോർഷൻ കണ്ടോ, നല്ല എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു പ്രിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നല്ല ഒരു സെറ്റിലായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു കുഷ്യൻ കവറൊക്കെ വേണമെങ്കിൽ അതും നമ്മുടെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. കുഷ്യൻസും അവൈലബിൾ ആണ്, കുഷ്യൻ കവേഴ്സും അവൈലബിൾ ആണ്. ഇപ്പൊ പുതിയതായിട്ട് കുഷ്യൻസ് ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറെ പേർക്ക് നമുക്ക് തരാൻ പറ്റിയില്ലായിരുന്നു വിഷുവിന്. ആ സമയത്ത് ഓർഡർ ചെയ്ത ആൾക്കാർ നമ്മൾ ഓർഡർ ഒന്നും എടുത്തില്ല. അപ്പൊ ആ സമയത്ത് മീൻസ് തരാത്ത ആൾക്കാരെ ചോദിച്ചാൽ ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ നേരത്തെ പൈസ ഒന്നും മേടിച്ചു വെക്കത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആ സാധനം വന്ന് നല്ല പഫി ആണോ എന്നൊക്കെ അറിഞ്ഞ് മാത്രമാണല്ലോ ഇത്, മീൻസ് ഇതിന്റെ ഫില്ലിങ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞാലല്ലേ തരാൻ പറ്റുള്ളൂ. അപ്പൊ അത് അന്ന് ഓർഡർ ചെയ്ത് കിട്ടാത്തവരാരെങ്കിലും ഒക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് ചോദിച്ചാൽ മതി, അപ്പൊ നമ്മൾ അതിനകത്ത് തരും കേട്ടോ. ഇനിയുള്ളത് നല്ല പുതപ്പാണ്. ഈ പുതപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഇത് മീൻസ് ഓൾമോസ്റ്റ് ഇത് പല ക്വാളിറ്റിയിലുണ്ട്. എല്ലാ സാധനവും അങ്ങനെയാണല്ലോ. അപ്പൊ ഞാനിട്ടിരിക്കുന്ന വളയാണെങ്കിലും പല ഇതുപോലെ തന്നെ കാണാൻ പല സാധനങ്ങളുണ്ടാവും. അപ്പൊ മാഗ്നിസ്കേപ്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റിയിൽ നല്ല അഫോർഡബിൾ റേറ്റിലാണ് തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കരുത് ഇത് കുഞ്ഞായിട്ട് ഇത് ചീത്തയാണെന്നൊന്നും ഓർക്കരുത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു പുതപ്പാണ്. ഈ പുതപ്പിന്റെ ഒരു സൈഡ് ഇതുപോലെയാണ്. ഇത് ഭയങ്കര നല്ല വലിയ സൈസാട്ടോ. ഇത് നമ്മുടെ ക്യൂൺ സൈസിനും കിങ് സൈസിനും പുതയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല പുതപ്പാണ്. ഇത് റിവേഴ്സിബിൾ ആണ്. ഇത് 3 ലെയർ പുതപ്പാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള 3 ലെയർ പുതപ്പാണ്. നല്ല രസമില്ല ഇത് കാണാൻ, നല്ല ഭംഗിയായിട്ട്. ഒരു സൈഡിൽ ലൈറ്റും ഒരു സൈഡിൽ ഇത് കണ്ട അതിന്റെ വേറൊരു പ്രിന്റ് ആകുമ്പോൾ നമുക്ക് എന്താ തോന്നുന്ന, ഓരോ ദിവസം ഓരോ മൂഡല്ലേ, അപ്പൊ മാറ്റിയൊക്കെ വിരിക്കാം. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ. പിന്നെ ഉള്ളത് ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്നത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഈ ബോർഡർ ബെഡ്ഷീറ്റ് കിങ് സൈസ് ബെഡ്ഷീറ്റ് 100% കോട്ടൺ ആണ്. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ ബെഡ്ഷീറ്റും കേട്ടോ, എല്ലാ ദിവസവും 100% കോട്ടൺ ആണ്. പക്ഷെ ഇന്ന് കാണിക്കുന്ന എല്ലാം ലൈക്ക് സൈഡ് ബോർഡർ പ്ലെയിൻ കളറും സെന്റർ പോർഷൻ പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമായിട്ട് ഇപ്പൊ ഹോളിഡേ ഒക്കെ ആയി പിള്ളേരെ പഠിപ്പിക്കാൻ എളുപ്പമായിട്ടുള്ളൊരു പൂവാണ് കേട്ടോ. ബെഡ്ഷീറ്റിൽ ഇതിങ്ങനെ ബെഡ്ഷീറ്റ് കാണിച്ചു കൊടുത്ത് ഇത് വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കുമെന്ന് നമുക്ക് നല്ലതായിട്ട് ഒരു പണിയെല്ലാം കൊടുത്ത് അവിടെ ഇരുത്തണം. പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് വരച്ചു വെക്കരുത് കേട്ടോ. ഈ കുഞ്ഞു പിള്ളേർക്ക് ഒരു സ്വഭാവമുണ്ട്, ഇത് കാണുമ്പോൾ അത് അവർ അതിന്റെ മുകളിൽ ഇങ്ങനെ പഠിക്കും കേട്ടോ. അപ്പൊ ആക്ച്വലി അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ എന്താ പറയുന്നത്, അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ വിട്ടൊക്കെ കൊടുക്കണ്ടേ, പിള്ളേരുടെ ഇഷ്ടമല്ലേ. ഇതിന്റെ സൈഡിൽ എന്നാലും കളയുമ്പോൾ നമുക്കൊരു വിഷമം വരും അല്ലേ. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വരയ്ക്കല്ലേ എന്ന് പറയും കേട്ടോ.
നല്ല രസമായിട്ടുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടി വന്ന രണ്ട് പില്ലോ കവേഴ്സോട് കൂടി വന്ന കിങ് സൈസ് ബെഡ്ഷീറ്റ്. പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവർ കുറച്ചുകൂടി വലുതാണ്. ഈ കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് ഉണ്ടല്ലോ, അത് വന്നിട്ട് 100x108 ഇഞ്ചസ് ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് ആണ്. ഇതുകൊണ്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ്. ഇതിന്റെ സൈഡ് ബോർഡർ നല്ല അടിപൊളി കളറാട്ടോ, നല്ല ഭംഗിയാണ്. കാരണം വെച്ചാൽ പാച്ച് വർക്ക് ചെയ്ത പോലെ ബെഡ്ഷീറ്റ് പോലെ ഇരിക്കും കേട്ടോ. ഇത് പാച്ച് വർക്ക് ഒന്നും അല്ല, ഇത് പ്രിന്റ് ആണ്. പാച്ച് വർക്ക് പോലെ തന്നെ ഇരിക്കുന്ന ഒരു പാച്ച് വർക്ക് ബെഡ്ഷീറ്റ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2000 രൂപയാവും കേട്ടോ. പക്ഷെ ഇതെല്ലാം നല്ല 1000 റുപ്പീസിന് താഴെ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ. ഇത് പാച്ച് വർക്ക് അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് കേട്ടോ. അതുപോലെ ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഡാർക്ക് കളറിലുള്ള നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. നല്ല ഇതുപോലത്തെ കളേഴ്സ് ഒക്കെ എന്താ ഈ ഹോളിഡേയ്സിൽ മാത്രമേ ഉള്ളൂ എന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. എനിക്ക് ഇച്ചിരി ലൈറ്റ് കളറാണ് ചില സമയത്ത് ഇഷ്ടം, അതായിരിക്കണം എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഈ തൊട്ട് മേടിക്കുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ടേ ലൈക്ക് ലൈറ്റ് കളേഴ്സിനോട് എപ്പോഴും ഇഷ്ടം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ലൈക്ക് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു വൈറ്റ് കളർ, സെന്റർ പോർഷൻ വന്നിട്ട് ഇതും കണ്ടോ, ഇതിന്റെ സെന്റർ പോർഷൻ ഇതാണ്. നല്ല കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്, നല്ല രസമല്ലേ. ഇത് ക്യൂൺ സൈസ് ആട്ടോ. ഇപ്പൊ ഇതിന് മുമ്പ് കാണിച്ച ക്യൂൺ സൈസ് ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെന്ത് രസമാണെന്ന് നോക്കി. എന്തോ ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഷീറ്റ്. ഇതുപോലെ ഒരു ഷീറ്റ് മാഗ്നിസ്കേപ്സിൽ ഇത്ര നാളും നമ്മൾ വന്നിട്ടില്ല. അപ്പൊ അത്ര നല്ലൊരു ഷീറ്റ് ആട്ടെ, എന്തൊരു ഭംഗിയാല്. ഇതിന്റെ സൈസ് വന്നിട്ട് 90x100 ഇഞ്ചസ് ആണ് കേട്ടോ. ഇനി അടുത്ത ഒരു ഷീറ്റ് റെഡ് കളറിൽ കുനുകുനാന്ന് പോവും കേട്ടോ. ഈ ബെഡ്ഷീറ്റിൽ നിങ്ങൾക്ക് ചില സ്ഥലത്തുണ്ടല്ലോ ഒരു ചെറുതായിട്ട് ഗ്രീൻ കാണാൻ പറ്റും, അതായത് ഇലയുടെ സൈഡിലോ പൂവയുടെ സൈഡിലോ, അതെല്ലാം പ്രിന്റ് ആണ്. അത് വേഗം നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുപോലെ ഉണ്ട് കേട്ടോ. ഇതിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാലോ കാണാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കാണത്തേ ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്. കുനുകുനാ പൂക്കള്. ഈ കുനുകുനാ പൂക്കൾ എന്ത് രസമാണെന്ന് നോക്കി, എന്ത് ചെറിയ പൂക്കൾ. അതുണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള പൂക്കള്. സൈഡ് ബോർഡർ വന്നിട്ട് റെഡ് കളറാണ്. റെഡ് കളർ ആണെങ്കിലും ബ്ലീഡ് ആകത്തില്ല. എന്നിരുന്നാലും നിങ്ങൾ റെഡ് കളർ നമ്മുടെ എപ്പോഴും ആണല്ലോ, വേറെ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ. കാരണം ബ്ലീഡ് ആകത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ചില സമയത്തില്ലേ വൈറ്റ് ഷർട്ടുങ്ങാനും ഇട്ടിട്ട് ഒരു കുഞ്ഞ് പിഞ്ചുങ്ങാനും വന്ന ചേട്ടന്മാർ നമ്മൾ ഓടിച്ചിട്ടിരിക്കും. ഓടിച്ചിട്ടിരിക്കത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. സ്നേഹത്തോടെ എങ്കിലും പറയും, ഫേവറേറ്റ് ബെഡ്ഷീറ്റ് അത് നിങ്ങൾക്ക് അറിയാം, വീട്ടിലെ അവസ്ഥയാണല്ലോ. ഫേവറേറ്റ് നമുക്ക് വീട്ടിൽ നമ്മുടെ ഫേവറേറ്റ് ബെഡ്ഷീറ്റും കട്ടനൊക്കെ എന്തിനും പറ്റിയാലുള്ള ഫീൽ പോലെ തന്നെയാണ് എന്താ പറയുന്നത്, അവർക്ക് അവരുടെ ഷർട്ട് കേട്ടോ. അപ്പൊ അവർ ഓടിച്ചിട്ടിരിക്കുന്നു എന്ന് അങ്ങനെയല്ല, അത് സ്നേഹം കൊണ്ടുള്ള ഇടിയായിരിക്കും. സോറി. അപ്പൊ എല്ലാം മാഗ്നിസ്കേപ്സ് വരേണ്ട വഴിയുണ്ടല്ലോ, എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. അപ്പൊ നമ്മൾ വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയിൽ വരുമ്പോഴും മെട്രോ പില്ല നമ്പർ 795 നോക്കി വന്നാൽ നമുക്ക് സൈഡിലുള്ള വഴി ചെറുപറമ്പത്ത് റോഡാണ്. ആ HP വേൾഡ് എന്ന് കാണാം. ആ HP വേൾഡിന്റെ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടുന്ന് ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് വരിക. അപ്പൊ അവിടെ ഒരു ട്രാൻസ്ഫോമർ കാണും. അപ്പൊ അവിടെ മാഗ്നിസ്കേപ്സിന്റെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് റൈറ്റില് സെക്കൻഡ് ഗേറ്റ് ആണ് മാഗ്നിസ്കേപ്സിന്റെ സ്റ്റോർ ഉള്ളത്. ഫ്രണ്ട് വശത്ത് ഒരേ ഒരു പാർക്കിങ്ങേ ഉള്ളൂ. വഴി നോക്കുമ്പോൾ പേ ആൻഡ് പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ കയറി വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം കേട്ടോ. അപ്പൊ പിന്നെ ഉള്ളത്, എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓടിച്ചിട്ട് അങ്ങനെ ഓർക്കരുത് കേട്ടോ. ലൈക്ക് എൻ്റെ വേ ഓഫ് ടോക്ക് അങ്ങനെ ആയതുകൊണ്ടാട്ടോ. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇരിക്കണേ. താങ്ക് യു.